സർ, നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള ബംഗ്ലാദേശ് വീണ്ടും ഒരു വലിയ അട്ടിമറിയിലേക്ക് പോകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് സ്വൈരവും സമാധാനവും കിട്ടുമോ? ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ആ പഴയ കെട്ടുറപ്പ് ബംഗ്ലാദേശിന് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ? ഇപ്പോൾ ഒരു അട്ടിമറിയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഭരണകൂടം അധികാരത്തിൽ തുടരാൻ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണഗതിയിൽ ഇത്രയും കാലം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായിട്ട് ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ് ചെയ്യേണ്ട ഇങ്ങനൊരു അവസ്ഥയിൽ. ഇപ്പോൾ ഇവിടുന്ന് പലായനം ചെയ്ത അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടൊന്നുമില്ല. അവരാണിപ്പോഴും ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അവിടുത്തെ സ്ഥിതിഗതികൾ അനുകൂലമല്ലാത്തതുകൊണ്ടും ക്രമസമാധാന നില പ്രശ്നമായതുകൊണ്ടും നാടുവിടേണ്ടി വന്നതാണ്. അപ്പോൾ ഈ PM ഇൻ എക്സൈൽ എന്ന് പറയാം. ആ രീതിയിലുള്ള ഒരു ഭരണാധികാരി ആരാണ് വാസ്തവത്തിൽ? ഷെയ്ഖ് ഹസീന തന്നെ. ഇയാളാരാ? ഇയാളെ ബൈഡൻ അവിടുത്തെ രാഷ്ട്രീയ കലാപങ്ങൾ വർഗീയ കലാപങ്ങൾ അടിച്ചൊതുക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിൻ്റെ തലവനാണ്. ലെജിറ്റിമസി ഉണ്ടോ? ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടോ? അമേരിക്ക ആരാ ഇവിടെ നിയോഗിക്കാൻ? രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയുടെ ഉടമസ്ഥൻ അമേരിക്കയാണ്. ഏത് തരത്തിലാണ് അമേരിക്കയ്ക്ക് ഇവിടെ ഇടപെടാൻ കഴിയുക? അപ്പോൾ താൽക്കാലികമായിട്ടൊരു നൊബേൽ സമ്മാന ജേതാവാണെന്ന് പറഞ്ഞ് ബൈഡൻ, എന്നാൽ പിന്നെ അയാൾ ഇരിക്കട്ടെ. എന്താ അമേരിക്കയുടെ സാമന്ത രാജ്യമാണോ ബംഗ്ലാദേശ്? അമേരിക്ക പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച രാജ്യമാണോ ബംഗ്ലാദേശ്? ഇന്ത്യയല്ലേ മോചിപ്പിച്ചത്? അങ്ങനെ ഇത്രയെങ്കിലും ഒരു ദണ്ണം വരണമെങ്കിൽ വരേണ്ടത് ഇന്ത്യക്കല്ലേ? അതെ, ഇന്ത്യയുടെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യം. ഇന്ത്യ ഇതിൻ്റെ സ്വതന്ത്ര പരമാധികാര അവകാശങ്ങളിൽ മേൽ കൈകടത്തുമൊന്നുമില്ല. പക്ഷേ അമേരിക്ക കൈകടത്തും ലോകത്തെല്ലായിടത്തും. അമേരിക്ക അതുപോലെ $21 കോടി ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. ലോകത്തെല്ലായിടത്തും ജനാധിപത്യം വരുത്താനാണെന്ന് പറഞ്ഞ് കള്ള സംഘടനകളുടെ കയ്യിൽ കൊടുക്കും. അവർ പുട്ടടിച്ചും അവരുടെ കാര്യങ്ങൾ നോക്കിയും അത് തീർക്കുകയും അവർക്ക് അതിന് വിരുദ്ധമായിട്ട്, ജനാധിപത്യ വിരുദ്ധമായിട്ട് തന്നെ അത് നശിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇന്ത്യയിലും സംഭവിച്ചത് അതാ. വോട്ടർ ടേൺ ഔട്ട് കൂട്ടാനെന്നും പറഞ്ഞ് $21 കോടി കൊടുത്ത സംഘടന അത് മോദിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് വിനിയോഗിച്ചത്. പിന്നെ ഭാരത് ജോഡോ യാത്രയ്ക്കും പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മോദിയെ നശിപ്പിക്കാൻ, ഇന്ത്യയുടെ വ്യവസായങ്ങളെ നശിപ്പിക്കാൻ, വ്യവസായ അന്തരീക്ഷം തകർക്കാൻ ഒക്കെയുള്ള പരിപാടികളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കാനുള്ള ഫണ്ട്, ഭാരത് ജോഡോ യാത്രയ്ക്ക് ഫണ്ട്, ഇങ്ങനെയൊക്കെ മോദി ഗവൺമെൻറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കാണ് അത് പോയിട്ടുള്ളത്. പത്രപ്രവർത്തകർക്കും കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ഇപ്പോൾ പച്ചയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഊഹമല്ലിത്, നമ്മൾ പറയുന്നതല്ല ഇത്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നു. ആ വകയിൽ ചെലവഴിക്കപ്പെട്ടു. ചില പത്രങ്ങളുടെ പേര് പറഞ്ഞു. അവരിതുവരെ അത് നിഷേധിച്ചിട്ടുമില്ല. എന്നിരിക്കെ ബംഗ്ലാദേശിനും ഈ പണം കൊടുത്തത് ഉപയോഗിച്ചിരിക്കുന്നത് അവിടുത്തെ വർഗീയ വിദ്വേഷം പരത്തുന്ന ജമായത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളാണ്. അപ്പോൾ അവരാണ് അവിടെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയ ലഹള ഉണ്ടാക്കി അവിടുത്തെ ഹിന്ദുക്കളെയെല്ലാം അവിടുന്ന് നാട് കടത്തുന്നില്ല, അഭയാർത്ഥികളായിട്ട് നാട് കടത്തുന്നില്ല. ഇപ്പോൾ തന്നെ അവിടുത്തെ ഇന്ത്യൻ ഡോക്ടർമാരുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ട അത്ര ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അവകാശങ്ങൾ അനുവദിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ സമരങ്ങൾ നിത്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവുകളിൽ കലാപങ്ങൾ നടക്കുകയാണ്, ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെടുകയാണ്, ഇതര മതവിശ്വാസികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ നിയുക്തനായിട്ടുള്ള മുഹമ്മദ് യൂനിസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായനായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. എന്നാൽ തന്നെ കൊണ്ട് ഇത് കൊള്ളില്ല, രാജിവെച്ച് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും. സാർ, ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു സന്ദർഭത്തിൽ ഞാനൊന്ന് ചോദിക്കുന്നത്, ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഇപ്പോൾ വെളിച്ചത്ത് വന്നു കഴിഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ജോർജ് സോറോസ് ആണ് ഇതിന് ഫണ്ട് ചെയ്തിരുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ കുറേശ്ശെയായി പുറത്തു വന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സോറോസിൻ്റെ മകൻ അലക്സാണ്ടർ സോറോസ് ബംഗ്ലാദേശിൽ നേരിട്ടെത്തി യൂനസിന് സഹായധനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ വീണ്ടും യൂനസിനെ മാറ്റി ഹസീനയ്ക്ക് അവിടെ തിരിച്ചു വരാൻ സാധിക്കുമോ? സൈന്യം ഇതിൽ ഇടപെടുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അത് മക്ബത്ത്
എന്നുള്ള കൃതിയിൽ ഒരു സന്ദർഭമുണ്ട്. അതിൽ രണ്ട് ദുർമന്ത്രവാദിനികളുണ്ട്, രണ്ടല്ല മൂന്ന്. അവരെ കൊണ്ട് ഷേക്സ്പിയർ പാടിപ്പിക്കുന്ന ഒരു വേഴ്സ് ഉണ്ട്. അതിങ്ങനെയാണ്: റൈറ്റ് ഈസ് റോങ്, റോങ് ഈസ് റൈറ്റ് ആൻഡ് റൈറ്റ് ഈസ് റോങ്. എന്താണോ തെറ്റ് അതാണ് ശരി, എന്താണോ ശരി അതാണ് തെറ്റ്. ദുർമന്ത്രവാദിനികൾക്ക് അല്ലെങ്കിൽ ഈ പിശാചുക്കൾക്ക് തെറ്റ് എന്ന് പറയുന്നത് ശരിയാണ്, ശരിയെന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ എത്തിക്സ് അനുസരിച്ചും നമ്മുടെ ധർമ്മം അനുസരിച്ചും എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് അവർക്ക് തെറ്റും, ശരി എന്താണോ അത് തെറ്റും, തെറ്റെന്താണോ അത് ശരിയുമാണ്. റൈറ്റ് ഈസ് റോങ് ആൻഡ് റോങ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന പോലാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ. ജോർജ് സോറോസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ. ഒരു രാജ്യം അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും, നശിക്കുകയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിന് കൊണ്ടുകൊടുക്കും. അതാണിപ്പോൾ സംഭവിച്ചത്. ആ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക. വികസിച്ചു വന്ന ഭാരതത്തേക്കാൾ കൂടുതൽ GDP ഉണ്ടാക്കിക്കൊണ്ട് വികസനത്തിലേക്ക് കുതിച്ചു വന്ന ആ രാഷ്ട്രം ഇപ്പോൾ എന്തായി? വർഗീയ ലഹളയുടെ ഒരു രണാങ്കണമായിട്ട് മാറി. എന്നാൽ പിന്നെ കുറച്ച് പൈസയും കൂടെ തരാൻ, നിങ്ങൾ കൂടുതൽ കലഹങ്ങൾ ഉണ്ടാക്കിക്കും, ഈ രാജ്യങ്ങളൊക്കെ നശിച്ച് നാറാണക്കല്ല് വെക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അലക്സാണ്ടർ സോറോസ് എന്ന് പറയുന്ന ജോർജ് സോറോസിൻ്റെ മകൻ വന്നിട്ട് പോയത്. ഇദ്ദേഹമായിട്ട് ചങ്ങാത്തമുള്ളവരാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, ജയറാം രമേശ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇവരുമായിട്ട് ബന്ധം പുലർത്തുകയും ഇവർ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ പ്രചാരകന്മാരും ലോബിയിസ്റ്റുകളുമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മുഹമ്മദ് യൂനിസ് ജോർജ് സൊറോസ് ആൻഡ് കമ്പനിയുടെ ഒരു കളിപ്പാവ മാത്രമാണ്. അമേരിക്ക എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സോറോസ് ഉണ്ടാക്കിയ, ബൈഡനും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ചങ്ങാത്ത ക്രോണി ക്യാപിറ്റലിസം, അതിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണത്. അപ്പോൾ അദ്ദേഹം ഈ അധികാരത്തിൻ്റെ ശീതള ഛായയിലിരുന്ന് അങ്ങ് ആസ്വദിച്ച് അതങ്ങ് ഇഷ്ടപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറാതിരിക്കുക. മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട്, ഈ കാവൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി സ്വതന്ത്രവും നീതിയുക്തവുമായൊരു തെരഞ്ഞെടുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് ഏതായിരുന്നോ മുൻ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് അധികാരം കൊടുത്തിട്ട് പോകും. ഇപ്പോൾ ഇയാൾ വിചാരിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ നടക്കാൻ പോവുകയാണ്. കാരണം അവിടുത്തെ സൈന്യം ദേ ആർ ഫെഡപ്പ് എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ നടക്കുന്നത്. അതിനിപ്പോൾ പട്ടാളത്തിന് ഇപ്പോൾ 365 ദിവസവും യുദ്ധമാണ്. അവിടെ ക്രമസമാധാനം നടക്കേണ്ട ചുമതല പോലീസിനല്ല, പട്ടാളത്തിന് വന്നിരിക്കുക. അതവർക്ക് തലയ്ക്ക് വലിയൊരു ഭാരമാണ്, അതിനുള്ളതല്ല അവർ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടെന്നും സംഘർഷം. ചൈനയാണെങ്കിൽ സഹായത്തിനും വരുന്നില്ല. അപ്പോൾ വലിയൊരു ടെൻഷനും സ്ട്രെസ്സും പട്ടാളത്തിന് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തണം, ഈ ഭാരമെല്ലാം കൂടെ ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയുകയില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. അവാമി ലീഗിൻ്റെ നേതാവ് ഷെയ്ഖ് ഹസീന എന്തോ ഒരു പ്രസ്താവനയുടെ നടത്തിയപ്പോൾ അവിടെ നിന്ന് യൂനുസ് പ്രതിഷേധിച്ചു. ഇതാ ഇപ്പം എന്നാ പിടിച്ചോ, ഇതും കൂടെ പിടിച്ചോ എന്ന് പറഞ്ഞ പ്രസ്താവനകൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ യൂനുസ് ഇൻ്റർപോളിൻ്റെ സഹായമൊക്കെ തേടി ഷെയ്ഖ് ഹസീനയെ പിടിക്കാൻ അനങ്ങിയിട്ടില്ല. ഇൻ്റർപോൾ ഇതുവരെ അനങ്ങിയിട്ടില്ല. രാജ്യാന്തര തലത്തിലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ നിങ്ങൾ അട്ടിമറിച്ചിട്ട് അവരെ ഇൻ്റർപോളിന് വിട്ടുകൊടുത്താൽ എന്ത് ലെജിറ്റിമസിയാണെന്നുള്ളത്? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ജനാധിപത്യം അവിടെ വാഴിച്ചു, ദൈവഭരണം വാഴിക്കാതെ ജനാധിപത്യം വാഴിച്ചു, വർഗീയത വിളയിക്കാതെ വികസനം കൊണ്ടുവന്നു. ഈ രണ്ട് തെറ്റല്ലേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക? അവർ മാവോ സേത്തുങ്ങിനെ പോലെയോ പോൾ പോട്ടിനെ പോലെയോ അല്ലെങ്കിൽ സദാം ഹുസൈനെ പോലെയോ കുർദുകളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അക്രമയം ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാവരുടെയും ജീവനും സ്വത്തിനും സുരക്ഷ നൽകിയില്ലേ? എന്നിട്ട് അവരുടെ ജീവന് സുരക്ഷയില്ലാത്തതുകൊണ്ട് തൊട്ടയൽ രാജ്യത്തേക്ക് അവർ പലായനം ചെയ്തു. പണ്ട് മുജിബുർ റഹ്മാൻ ഇതുപോലെ ആയിരുന്നു, ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു പാകിസ്ഥാനുമായിട്ട് ചേർന്ന്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അവരിപ്പോൾ നേരിട്ട് വ്യാപാരം. ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ചങ്ങാതിയായി. അന്ന് ശത്രുവായിരുന്ന, അവരെ കൊന്നു കുഴിച്ചു മൂടാൻ ശ്രമിച്ച പാകിസ്ഥാൻ, അവരുടെ ഭാഷ നശിപ്പിക്കാൻ ശ്രമിച്ച, ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഇന്ന് അവരുടെ ചങ്ങാതികളായി നേരിട്ട് വ്യാപാരങ്ങളങ്ങ് നടത്തുക. നേരിട്ടങ്ങ്. എന്തൊരു സ്നേഹം! ആ പരിപാടി നടക്കുകയില്ല എന്നാണ് ഷെയ്ഖ് ഹസീന കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്റാണ് ഈ യൂനുസ്. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോവുക തന്നെ ഒഴിയണം. അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന പട്ടാളം ആ ഭരണം ഏറ്റെടുക്കും, അദ്ദേഹത്തിനെ തടവറയിലിടുകയും ചെയ്യും. സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം നേടിയ ആൾ മിക്കവാറും കേൾക്കുന്നുണ്ട്. പുള്ളി വിമാനം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ അപ്പം സ്ഥലം വിടാൻ വേണ്ടിയിട്ട് പണവും പണ്ടവും ഭാര്യയും കുടുംബങ്ങളും എല്ലാം അദ്ദേഹം അവിടെ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് ശരിയായ വാക്ക്. സെറ്റ് ചെയ്ത് റെഡിയായി
1, 2 എന്ന് പറയുമ്പോൾ പറക്കാൻ വേണ്ടിയിരിക്കുക. പക്ഷേ അതിനു മുമ്പേ എന്തു ദുരന്തവും സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. സർ, ഈ അമേരിക്കയുടെ എയ്ഡ് നിന്നതോടുകൂടി അവർ അഭിമുഖീകരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഒരു വശത്ത് ഈ കലാപങ്ങളും ഇത്തരം ബുദ്ധിമുട്ടുകളും വലിയ തോതിൽ നടക്കുന്നു, തൊഴിലില്ലായ്മ വളരെ രൂക്ഷം, സാമ്പത്തികമില്ല, വരുമാനം വരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ അമേരിക്ക ഈ എയ്ഡ് കട്ട് ചെയ്യുകയും കൂടി ചെയ്തു. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ സോറോസിൻ്റെ മകൻ വന്ന് ഇവർക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സൈന്യം, ഇപ്പം കിട്ടുന്ന വിവരം അനുസരിച്ച് സൈന്യം അതിന് വഴിപ്പെടുന്നില്ല. സൈനിക മേധാവി ഉൾപ്പെടെ ഉള്ളവർ അത് പറ്റില്ല, എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ സാഹചര്യം. അതാണ് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു അനിശ്ചിതത്വം അതെ അതെ അതാണ് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു വാക്ക്. അതാണ് അനിശ്ചിതത്വം, കടുത്ത അനിശ്ചിതത്വം തുടരുക. ഇതിപ്പോൾ ബാധിക്കുന്ന അടുത്ത തലമുറകളെയാണ്. ഇപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് പിടിച്ചു നിൽക്കാൻ വയ്യാതെ അടുത്ത തലമുറയിലെ ബംഗ്ലാദേശികൾ വീണ്ടും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ചുമട് വഹിക്കുന്നവരായിട്ട് വീണ്ടും മാറാനുള്ള സാധ്യതയിലേക്കാണ് ഇത് തിരിച്ചുകൊടുക്കുന്നത്.